ഗാസയിൽ സമാധാന പുലരി ഉണ്ടാകുമോ? ഇതൊരു വലിയ ചോദ്യമാണ്. കാരണം ഗാസയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളെന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയിട്ട് ഏകദേശം 2 ആണ്ട് തികയുകയാണെന്ന്. കാരണം ഇതുപോലെ 2023 ഒക്ടോബർ മാസം 7-ാം തീയതിയാണ് ഹമാസ് ഇസ്രായേലിലേക്ക് ഏകദേശം 5000-ഓളം വരുന്ന റോക്കറ്റുകൾ വിക്ഷേപിച്ചുകൊണ്ടുള്ള യുദ്ധം ആരംഭിച്ചത്. പിന്നെ അതിനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സർവ്വസന്നാഹങ്ങളും എടുത്തുള്ള പോരാട്ടം തുടർന്നു. ആ പോരാട്ടത്തിനകത്ത് വളരെ കൃത്യമായിട്ട് തിരിച്ചടി നേരിടുന്ന തരത്തിലേക്ക്, അത് ഗാസയിലാണെങ്കിലും ഗാസയിലെ ജനങ്ങളോടാണെങ്കിലും ചെയ്ത പ്രവൃത്തികളെന്ന് പറയപ്പെടുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് അത്തരത്തിൽ അംഗീകരിക്കാൻ കഴിയാത്തതായിട്ടുള്ളത്? നമുക്കറിയാമല്ലോ, പാലസ്തീൻ ജനത അനുഭവിച്ച ഇത്രത്തോളം ക്രൂരമായ ഒരു യുദ്ധം കണ്ടിട്ടില്ല എന്ന് വേണം പറയാം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഗാസയിലെ തെരുവുകളിൽ സമാധാനം പുലരേണ്ടതുണ്ട് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു മനുഷ്യരാശിയുടെ ഉള്ളുപൊള്ളിച്ച 21-ാം നൂറ്റാണ്ടിലെ അതിഭയാനകമായ യുദ്ധങ്ങളിലൊന്നായിരുന്നു ഗാസയിൽ നടന്ന ഹമാസിൻ്റെ ഇസ്രായേൽ യുദ്ധം നടന്നത്. ഇതിന് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ 2 ആണ്ട് തികയുമ്പോൾ ഇതിനകത്ത് മരണപ്പെട്ടു പോയവർ ഏകദേശം 67,000-ത്തിലധികം പേർ മരണപ്പെട്ടു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പാലസ്തീനികൾ മരണപ്പെട്ടു. മറ്റൊന്ന്, ഒരു 1.5 ലക്ഷത്തിലധികം, ഏകദേശം 2 ലക്ഷത്തോളം വരുന്ന ആൾക്കാർ ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റു. ഈ യുദ്ധത്തിൻ്റെ കെടുതികളാണ് ഞാനീ പറയുന്നത്. ഏകദേശം 92% വരുന്ന വീടുകളടക്കം തകർന്ന് തരിപ്പണമായി. കെട്ടിടങ്ങൾ 72%-ലധികം വരുന്ന കെട്ടിടങ്ങൾ, ഓഫീസുകൾ, നഗരങ്ങൾ എല്ലാം തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാഴ്ചയായിട്ട് മാറി. അവിടെ ഈ പറയുന്ന സമാധാന പദ്ധതി എന്ന് പറയപ്പെടുന്നത് വൈകിക്കൊണ്ടിരിക്കുന്നു. 2 വർഷം കഴിഞ്ഞിട്ടും സമാധാനം എത്തുന്നില്ല എന്നുള്ളതാണ്. ആഹാരത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ചെറുബാല്യങ്ങൾ കണ്ണീർ നനയ്ക്കുന്നതാണ്. നമുക്കതിനെ കണ്ടില്ല എന്ന് ഒരിക്കലും കരുതാൻ കഴിയില്ല. ലോകം കേഴുന്ന ഏറ്റവും വലിയ ഒരു യുദ്ധത്തിൻ്റെ കെടുതിയാണ് ഗാസയിൽ നടക്കുന്നത് എന്നുള്ളതാണ്. ആ ഗാസയിൽ സമാധാനം പുലരേണ്ടത് അനിവാര്യതയാണ്. അപ്രതീക്ഷിതമായി പോയ ഒരു യുദ്ധത്തെ സർവ്വവിധത്തിലും നമുക്കതിനെ തടഞ്ഞു നിർത്തി ഒരു വെടിനിർത്തലുണ്ടാക്കി സമാധാനം കാക്ഷിക്കുന്ന ജനങ്ങൾക്ക് അവർക്ക് അവരുടെ മനസ്സമാധാനത്തോടു കൂടി ജീവിക്കുവാനുള്ള അവകാശത്തെ വിട്ടുകൊടുക്കേണ്ട ഒരു ബാധ്യതയും ഒപ്പം തന്നെ ഉത്തരവാദിത്വവും ലോകരാഷ്ട്രങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ 20 കർമ്മ പരിപാടിയുമായിട്ട് ഈ സമവായം, അതായത് ഈ സമാധാന പരിപാടിയുമായിട്ടൊക്കെ ഡൊണാൾഡ് ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ്, മുന്നോട്ട് വന്നിട്ടുണ്ട്. ആ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 20 പരിപാടികൾ എന്ന് പറയപ്പെടുന്നത് ബന്ദികളെ ഉടൻ മോചിപ്പിക്കുക. അത് പാലസ്തീനികളിൽ എനിക്ക് തോന്നുന്നു ഏകദേശം 2000-ഓളം വരുന്ന ബന്ദികളെ ഉടൻ മോചിപ്പിക്കാൻ കഴിയും. മാത്രമല്ല, മൃതദേഹങ്ങളുണ്ട്, മരിച്ചുപോയവരുടെ മൃതദേഹങ്ങളടക്കം വിട്ടുകൊടുക്കുക എന്നുള്ള ഒരു നോംസ് കൂടി ഇതിനകത്ത് ഈ സമാധാന കരാർ ഉടമ്പടിക്കകത്ത് വച്ചിട്ടുണ്ട്. ഗാസയിൽ നിന്നും അതുപോലെ തന്നെ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിച്ച് പിൻവാങ്ങുന്നതിനുള്ള ഒരു അതിർത്തി രേഖ, ആ അതിർത്തി രേഖയൊക്കെ ഇസ്രായേൽ അംഗീകരിക്കുന്നു. കാരണം യുദ്ധം അവസാനിപ്പിച്ച് അവർ മടങ്ങിപ്പോകാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലേക്ക് ഇസ്രായേൽ എത്തുന്നു. അപ്പോൾ ആ ഇസ്രായേലിൻ്റെ ആ രീതിയെ പിന്തുടരേണ്ട ബാധ്യത സത്യത്തിൽ ഹമാസിനുണ്ട്. പക്ഷേ ഹമാസ് ഇതൊക്കെ പിന്തുടരുമോ എന്നറിയില്ല. ഇനി മറ്റൊരു കാര്യം, ഇസ്രായേൽ തന്നെ പലപ്പോഴും പല മാറ്റങ്ങളും പലപ്പോഴും നടത്തിയിട്ടുണ്ട്. നെതന്യാഹു ഇപ്പോൾ ഇതൊക്കെ പറയുമെങ്കിൽ കൂടിയും ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മനസ്സെപ്പോഴാണ് മാറുന്നതെന്ന് പറയാൻ കഴിയില്ല. എപ്പോഴെങ്കിലും അത്തരത്തിലൊരു മാറ്റം വന്നാൽ ഈ പറയുന്ന എല്ലാ സമാധാന ഉടമ്പടി കരാറുകളും ചിലപ്പോൾ കാറ്റിൽ പറന്നു പോയേക്കാം. ഇപ്പോൾ തന്നെ ഹമാസ് ഇത്തരത്തിലുള്ള 20 സമാധാന പരിപാടിയിൽ എല്ലാം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധ്യതയില്ല. അതുമാത്രമല്ല, അവരങ്ങനെ ഈ സമാധാന കരാർ ഉടമ്പടി എന്ന് പറയപ്പെടുന്നത് നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നതിന് നിൽക്കുമ്പോൾ ഇന്ന് പുലർച്ചെ ഇന്ത്യൻ സമയം 3:30 അവരുടെ അന്ത്യശാസന സമയം കഴിഞ്ഞിരിക്കുകയാണ്. അമേരിക്ക നൽകിയ അന്ത്യശാസന സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയെങ്കിലും അവർക്കപ്പോൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറി വെടിനിർത്തൽ പ്രഖ്യാപിച്ച് അവിടുത്തെ ബന്ദികളെ വിട്ടയച്ച് ആ മൃതദേഹങ്ങളടക്കം പാലസ്തീനികളുടെ അവരുടെ മൃതദേഹങ്ങളടക്കം തിരികെ കൊടുക്കേണ്ട ബാധ്യത ഹമാസിനുണ്ട്. അപ്പോൾ ഹമാസ് അത് നടപ്പിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഈ അന്ത്യശാസന നാളുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് തിരിച്ചടിയുടെ കാലഘട്ടമാണ്. ഹമാസിനെ അടിച്ച് നിലംപരിശാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ട്രംപ് പറയുന്ന ആ വാദഗതികൾ എത്രത്തോളം നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇസ്രായേലുമായിട്ട് അത്തരത്തിലൊരു യുദ്ധ കൊതിയന്മാരായ ഹമാസിനെ തകർക്കാൻ കഴിയണമെങ്കിൽ അവർക്ക് മറ്റൊന്നും തിരിഞ്ഞു നോക്കാനില്ല. ഗാസയുടെ യുദ്ധഭൂമിയിലാണ് അവരുടെ യുദ്ധം മുഴുവൻ നടക്കുന്നത്. ഗാസ പോലുള്ള പാവപ്പെട്ട പലസ്തീൻ രാജ്യത്തിൻ്റെ ഈ അവിടുത്തെ ജനങ്ങളെ മുഴുവൻ കൊന്നൊടുക്കുന്ന തരത്തിലേക്കുള്ളൊരു യാത്ര പോവുകയാണ് അവർ. അപ്പോൾ ഹമാസ് എന്ന് പറയപ്പെടുന്നത് നിലനിർത്തേണ്ട
അല്ലെങ്കിൽ അവരുടെ യുദ്ധത്തിനെ നിലയ്ക്ക് നിർത്തേണ്ട ബാധ്യത സ്വാഭാവികമായിട്ടും ലോകരാഷ്ട്രങ്ങൾക്കുണ്ട്. അതിൻ്റെ ബാധ്യത നിറവേറ്റുക എന്നുള്ളതാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു നീതി തേടി ഗാസ യുദ്ധത്തിന് 2 ആണ്ട് തികയുമ്പോൾ സമാധാന കരാറുകൾ പാലിച്ച് ഇസ്രായേലും ഹമാസും അങ്ങനെ ഒരു വെടിനിർത്തൽ കരാർ പാലിച്ചു കഴിഞ്ഞാൽ ഗാസയിലെ ജനങ്ങൾക്ക് അതൊരു സന്തോഷകരമായ ദിവസമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എനിക്ക് തോന്നുന്നു കൊയ്റോയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇസ്രായേലും ഒപ്പം തന്നെ ഹമാസും ഒക്കെ ഒരു അനൗദ്യോഗികമായിട്ട് ചർച്ചകൾ, വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ അതൊരു ആ വഴിക്ക് അത് നീങ്ങുമ്പോൾ ഇന്നിപ്പോൾ തിങ്കളാഴ്ച ഇന്ന് അത് നടക്കുകയാണ്. അത്തരത്തിലുള്ള അനൗദ്യോഗിക ചർച്ചകൾ തന്നെ ഒരു വലിയ പ്രതീക്ഷയാണ്. ചിലപ്പോൾ ഗാസയിൽ യുദ്ധം അവസാനിക്കും, അവിടുത്തെ ജനങ്ങൾക്ക് സമാധാനം ലഭിക്കും. ആ സമാധാന പുലരിയിൽ ഈ പാവപ്പെട്ട ജനങ്ങളുണ്ട്. കാരണം യുദ്ധത്തിൻ്റെ കെടുതിയിലായിപ്പോയവർ, പിഞ്ചു കുട്ടികൾ, സ്ത്രീകൾ, ബാലികമാർ എന്ന് വേണ്ട ഇങ്ങനെ നിരവധി നിരപരാധികളായിട്ടുള്ള കുട്ടികളടക്കം അവിടെ മരണത്തിലേക്കും ബോംബറിലും മാത്രമല്ല വെടിയുണ്ടകളിലും ഒക്കെ മരണപ്പെട്ടു പോകുന്ന കാഴ്ച അതിഭയാനകമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത്തരത്തിലുണ്ടാകുന്ന കാഴ്ചകളെ അതിജീവിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. യുദ്ധത്തിൽ നിന്നും ജനങ്ങളെ മോചിപ്പിക്കേണ്ട ബാധ്യത നമ്മുടെ ലോകരാഷ്ട്രങ്ങൾക്കുണ്ടാകുന്നു. അതെന്തുകൊണ്ട് നടപ്പിലാകുന്നില്ല എന്നുള്ള ചോദ്യമാണ്. കാരണം യുദ്ധം എന്നും വേദനകളും തിക്താനുഭവങ്ങളുമാണ് ഓരോ രാജ്യത്തിനും സമ്മാനിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഓരോ യുദ്ധവും സാമ്പത്തിക അടിത്തറയെ തകർക്കുന്നതാണ് എന്ന് കൂടി പറയട്ടെ. അത് ഏത് രാഷ്ട്രം നടത്തിയാലും അത്തരത്തിൽ സാമ്പത്തികമായിട്ടുള്ള അടിത്തറ തകർന്നു പോകുന്നത് തന്നെയാണ് യുദ്ധങ്ങൾ എന്ന് പറയപ്പെടുന്നത്. നമുക്കറിയാമല്ലോ, റഷ്യയിൽ നടക്കുന്നുണ്ട്, ഉക്രൈനുമായിട്ടുള്ള യുദ്ധം നടക്കുന്നുണ്ട്. ഉക്രൈൻ്റെ ചെറുത്തുനിൽപ്പിൽ പലപ്പോഴും പതറിപ്പോകുന്നുണ്ട് റഷ്യ. എങ്കിൽ കൂടിയും ഒരു യുദ്ധം വരുത്തി വെക്കുന്ന കെടുതികൾ എന്ന് പറയപ്പെടുന്നത് ഒരു രാജ്യത്തിൻ്റെ സർവ്വസന്നാഹങ്ങളെയും ഇല്ലാതാക്കുന്നു എന്ന് പറയട്ടെ. ഭക്ഷ്യ, സാമൂഹ്യ, സാമ്പത്തിക മേഖലകളിലടക്കം വല്ലാത്ത തകർച്ച ഉണ്ടാകുന്ന കാഴ്ചയാണ് ഈ യുദ്ധത്തിലൂടെ ഉണ്ടാകുന്നത് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ഇന്ത്യയിൽ നടക്കുന്ന യുദ്ധങ്ങൾ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന യുദ്ധങ്ങൾ, ഇന്ത്യ കയറി പലപ്പോഴും പലവട്ടം ചൊറിയുന്നത് കൊണ്ടാണ് ഈ ഇന്ത്യ അപ്പോഴപ്പാട്ട് ഓരോ കൊട്ടു കൊടുക്കുന്നതെന്ന് പറയാം. സത്യത്തിൽ ഇന്ത്യ ഒന്ന് ശക്തമായിട്ട് തിരിച്ചടിച്ചിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയപ്പെടുന്ന രാജ്യം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ തന്നെ സംശയമാണ്. ഒരു കാബാലികൻ്റെ പേക്കൂത്തിനിരയാകേണ്ടി വരുന്നവരാണ് സത്യത്തിൽ പാകിസ്ഥാനികൾ. ഈ അസീം മുനീർ എന്ന് പറയപ്പെടുന്ന ഒരു പട്ടാള മേധാവി ഉണ്ടല്ലോ, ആ പട്ടാള മേധാവിയുടെ പേക്കൂത്തിനും അവിടുത്തെ ബാല്യങ്ങളടക്കം ബലിയാടാകേണ്ടി വരുന്നു എന്നുള്ള ഒരു വല്ലാത്ത ഖേദകരമായ അവസ്ഥയുണ്ട്. ആ അവസ്ഥ ചിലപ്പോൾ ഒരു രാജ്യത്തും ഉണ്ടാകരുത് എന്നുള്ളതാണ്. നമ്മൾ അത്തരത്തിൽ കൊച്ചു കുട്ടികളടക്കം സ്ത്രീകളടക്കമുള്ളവർ വലിയ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ മരണപ്പെട്ടു പോകുന്നതിൽ ആശങ്കാകുലരാണ് ഇന്ത്യക്കാർ. അതുകൊണ്ടാണ് നമ്മൾ യുദ്ധം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയപ്പെടുന്നത് അർദ്ധരാത്രിയിൽ നടത്തിയത്. പലരും അതിനെ മറ്റു പലതരത്തിൽ വ്യാഖ്യാനിക്കുമ്പോഴും രാത്രിയിൽ 1:40 തിരിച്ചടി കൊടുത്തത് മറ്റൊന്നും കൊണ്ടല്ല, നമാസ് നടത്തുന്നവർ, പള്ളിയിൽ പോകുന്നവർ, ദൈവത്തെ പ്രാർത്ഥിക്കുന്നവർ, കുട്ടികൾ, സ്ത്രീകൾ അടക്കമുള്ളവർ തെരുവീഥികളില്ലാത്ത സമയത്ത് അത്തരത്തിലൊരു തിരിച്ചടി നടത്തിയത് ഒരു ഹ്യൂമൻ കൺസിഡറേഷൻ ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് മാത്രമാണ് ഇന്ത്യ അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചതും വലിയ യുദ്ധത്തിലേക്ക് പോകാത്തതും ഒരടി കൊണ്ട് തന്നെ പാകിസ്ഥാൻ പഠിച്ചതും. പക്ഷേ ഇനിയൊരു തിരുത്തലുണ്ടായാൽ, ഇനിയും ഇതുപോലുള്ള കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി അതിർത്തി പ്രദേശങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യമില്ലാത്ത പ്രകോപനങ്ങൾ ഉണ്ടാക്കിയാൽ വലിയ തിരിച്ചടി പാകിസ്ഥാൻ നേരിടേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അവിടെയും യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ലെങ്കിൽ കൂടിയും ഈ യുദ്ധം എല്ലാ തലങ്ങളിലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഗാസയിലാണെങ്കിൽ നടക്കുന്ന യുദ്ധത്തെയാണെങ്കിലും, റഷ്യയിൽ നടക്കുന്ന യുദ്ധത്തെയാണെങ്കിലും, ഇന്ത്യയിൽ നടക്കുന്ന യുദ്ധത്തെയാണെങ്കിലും അതിൽ നഷ്ടപ്പെട്ടു പോകുന്ന ജീവനുകൾ എന്ന് പറയപ്പെടുന്നത് വളരെ വലുതാണ്. ആ വലിയ ജീവനുകൾ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വലിയ സമാധാന കരാറുകൾ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ സമാധാന കരാറുകൾ ഉണ്ടാക്കി ആ സമാധാന കരാറിൽ പറഞ്ഞിരിക്കുന്ന നോംസുകൾ അനുസരിച്ചുകൊണ്ട് ഇസ്രായേൽ ആണെങ്കിലും ഹമാസ് ആണെങ്കിലും അവരുടെ അനൗദ്യോഗികമായിട്ടുള്ള വെടിനിർത്തൽ ചർച്ചകൾ പ്രാവർത്തികമാക്കേണ്ടതാണ്. സമാധാന കരാറിൽ ഒപ്പുവെച്ച് വെടിനിർത്തൽ അവസാനിപ്പിച്ച് അവിടെ ഈ ബന്ദികളെ വിട്ടുകൊടുത്ത് യുദ്ധം അവസാനിപ്പിക്കേണ്ടതാണ്. അപ്പോൾ അതിലേക്ക് എത്തുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. അവിടെയാണ് ഈ 20 ദിന പരിപാടിയുമായിട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടന്നു വരുന്നത്. ഡൊണാൾഡ് ട്രംപിൻ്റെ കടന്നുവരവിനെ പലരും പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. സതുദ്ദേശപരമല്ലാത്ത ഒരു കടന്നുവരവാണ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അതിനകത്ത് ഹമാസിൻ്റെയും ഈജിപ്തിൻ്റെയും ഇടയിൽ നടക്കുന്ന യുദ്ധത്തിൽ തകർന്നു പോകുന്ന പാലസ്തീനെ കരകയറ്റാനെന്നുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല, പകരം ഒരു യുദ്ധം അവസാനിപ്പിക്കുവാൻ താൻ മുൻകൈയെടുത്തുവെന്നും ആ യുദ്ധത്തിൻ്റെ നേട്ടമെന്ന് പറയപ്പെടുന്നത് തനിക്ക് ലഭിക്കണമെന്നും അത് ഇപ്പോൾ ഏത് മേഖലയിൽ നിന്ന് തനിക്ക് ലഭിച്ചാലും അത് നേടാൻ തയ്യാറാണ് എന്ന് പറയപ്പെടുന്ന
ട്രംപിനെയാണ് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സതുദ്ദേശപരമായിട്ടുള്ള ഒരു സമീപനമല്ല ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുന്നത്. പകരം ഡൊണാൾഡ് ട്രംപിന്റെ ചിന്ത എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ ഈ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുക, ഇനി വേണമെങ്കിൽ ഒന്ന് റഷ്യൻ യുക്രൈൻ യുദ്ധത്തിൽ പങ്കെടുക്കുക, ആ യുദ്ധത്തെ അവസാനിപ്പിക്കാനുള്ള ശ്രമം നടത്തുക, കൂടാതെ ഇന്ത്യയിൽ ഇറങ്ങി വന്ന് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇടപെടൽ നടത്താൻ ശ്രമിക്കുക. പക്ഷേ അതിന് തക്കതായ മറുപടി ഇന്ത്യ കൊടുത്തതുള്ളതുകൊണ്ട് ചിലപ്പോൾ ഇന്ത്യയിലേക്ക് വരവ് സാധ്യമല്ല. കാരണം നരേന്ദ്രമോദി വളരെ കൃത്യമായിട്ടും കണിശമായിട്ടും കൊടുത്തിട്ടുണ്ട്. ആരുടെ സഹായവും ഇന്ത്യക്ക് ആവശ്യമില്ല. ഇന്ത്യയെ പോലുള്ള ഒരു ലോകരാഷ്ട്രത്തിന് മറ്റുള്ളവരുടെ പിന്തുണയുടെ ആവശ്യമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ കഴിഞ്ഞത് ഇന്ത്യയുടെ നേട്ടങ്ങളിലൊന്നാണ്. അത് നരേന്ദ്രമോദി വളരെ വ്യക്തമായി പറയുകയും ചെയ്തതുകൊണ്ട് തന്നെ ആ പരിപ്പ് ഇന്ത്യയുടെ കരത്തിൽ വേവില്ല എന്ന് ട്രംപിന് നന്നായി അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ പക്ഷേ തനിക്ക് നോബൽ സമ്മാനം വേണം, അതും സമാധാനത്തിനുള്ള നോബൽ സമ്മാനം. താൻ സമാധാനത്തിന് വേണ്ടി കാക്ഷിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് 20 ദിന പരിപാടികളുമായിട്ട് ഹമാസിന്റെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗാസയിൽ എത്തിയിരിക്കുന്നതെന്ന് പറയപ്പെടുന്ന ഡൊണാൾഡ് ട്രംപ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത് നൊബൽ സമ്മാനം നേടുവാനാണ്. ആ നൊബൽ സമ്മാനം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. അത് ഉറക്കെ വിളിച്ചു പറഞ്ഞ് ചോദിച്ചു വാങ്ങിക്കുന്ന ആദ്യത്തെ ആളും ചിലപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപ് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും യുദ്ധങ്ങൾ എന്ന് പറയപ്പെടുന്നത് അവസാനിപ്പിക്കേണ്ടതാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ യുദ്ധം തുടങ്ങിയത് 2023 ഒക്ടോബർ മാസം 7-ാം തീയതിയായിരുന്നു. അന്ന് ഏകദേശം 67,074 വരുന്ന പാലസ്തീൻകാർക്ക് ജീവൻ നഷ്ടമായിരുന്നു. 70% അതിനകത്ത് പെട്ടുപോയത് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നവരായിരുന്നു എന്നുള്ളതാണ് വസ്തുത. മറ്റൊന്ന്, ഏകദേശം 1.62 ദശലക്ഷം ആൾക്കാർ, അതായത് ഏകദേശം 2 ലക്ഷത്തോളം വരുന്ന ആൾക്കാർ അന്ന് അവർക്ക് വളരെ ഗുരുതരമായിട്ടുള്ള പരുക്കുകളേറ്റു എന്നുള്ളതാണ്. 1195 പേർ യുദ്ധത്തിന് കാരണമായിട്ടുള്ള ഹമാസ് ആക്രമണത്തിൽ ഇസ്രായേൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഇതുകൂടാതെ ഗാസയിലെ 92% വീടുകളും 72% കെട്ടിടങ്ങളും ഒക്കെ തകർന്ന് തരിപ്പണമായി പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഏകദേശം 67 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള തീരദേശ മേഖലയായിട്ടുള്ള അൽ മുവാസി മാത്രമാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ വാസയോഗ്യമായിട്ടുള്ള ഒരു മേഖലയായിട്ട് നമുക്ക് ഗാസയിൽ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. യുദ്ധം തുടങ്ങിയതിനു ശേഷം തന്നെ ഈ ബ്രിട്ടൻ ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും കാനഡ ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും തുടങ്ങിയ ഇസ്രായേലിന്റെ പ്രധാന സഖ്യകക്ഷികൾ എന്ന് പറയപ്പെടുന്ന പാലസ്തീന്റെ രാഷ്ട്രപദവിയെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ട് മനസ്സിലാക്കിയതാണ്. എന്തായാലും ഈ യുദ്ധത്തിന്റെ അവസാനം എന്ന് പറയപ്പെടുന്നത് ഹമാസ് പിൻവാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഗാസ വീണ്ടും പാലസ്തീന് കൈമാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലൊരു ഓപ്പൺ ഫോറത്തിലേക്കാണ് ട്രംപും എത്തപ്പെടുന്നത്. ഇവരുടെ പിന്മാറ്റത്തോടുകൂടി ഇത് പാലസ്തീന് തന്നെ ഗാസയെ കൈമാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുവാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും യുദ്ധം അവസാനിക്കും എന്നുള്ള വലിയ ശുഭപ്രതീക്ഷയിലാണ് ലോകരാഷ്ട്രങ്ങൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഗാസയിൽ സമാധാന പുലരി ഉണ്ടാകട്ടെ.